ലൂക്ക എന്ന ഓമന നായക്കുട്ടി കൊച്ചിയിൽ നിന്ന് ഇന്നലെ ദോഹ വഴി ദുബായിലേക്ക് പറന്നു. ഇനി ലൂക്കയെപ്പോലെ ഓമന മൃഗങ്ങൾക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കടൽ കടക്കാം. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ചതോടെയാണ് വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകാൻ വഴി തുറന്നത്. ശീതീകരിച്ച പെറ്റ് സ്റ്റേഷൻ, പ്രത്യേക കാർഗോ വിഭാഗം, കസ്റ്റംസ് ക്ലിയറൻസ് കേന്ദ്രം, ഫെസിലിറ്റേഷൻ കേന്ദ്രം എന്നിവയെല്ലാം നെടുമ്പാശ്ശേരിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുവരെ ആഭ്യന്തര റൂട്ടുകളിൽ മാത്രമേ മൃഗങ്ങളെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നുള്ളൂ. മൃഗങ്ങളെ കൊണ്ടുപോകാൻ പ്രത്യേകം സജ്ജമാക്കിയ കൂടുകൾ വേണം. വിദേശത്ത് നിന്ന് നേരിട്ട് മൃഗങ്ങളെ ഇറക്കുമതി ചെയ്യാനുള്ള അനുമതിക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനായുള്ള ആനിമൽ ക്വാറന്റൈൻ കേന്ദ്രം പണി പൂർത്തിയായി വരുന്നു. സസ്യങ്ങളും ഫലങ്ങളും ഇറക്കുമതി ചെയ്യാനുള്ള അനുവാദം സിയാലിന് നിലവിലുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകളും സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളും ഇറക്കുമതി ചെയ്യാൻ അടുത്തയിടെ സിയാലിന് അനുമതി ലഭിച്ചിരുന്നു. മൃഗങ്ങളെ കൊണ്ടുപോകാനുള്ളവർ കാർഗോ ഹാൻഡ്ലിംഗ് ഏജൻസികളെയോ എയർലൈൻ കമ്പനികളെയോ ആണ് ബന്ധപ്പെടേണ്ടത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.